എല്ലാം നമ്മുടെ ആൾക്കാരാ, നോക്കിക്കോളാം. അപ്പൊ പറഞ്ഞ പോലെ. ശരി. പടേ പുറത്തോട്ട് ഇറങ്ങിയതാ. ചേട്ടേ വിളിക്കടാ. ഹലോ, ഇത് ഞാനാടോ ചിന്നാടൻ വർക്കി. മനസ്സിലായി. എന്തൊക്കെയുണ്ട് വർക്കിച്ച വിശേഷം? താനൊക്കെ എവിടുത്തെ പോലീസുകാരനാടോ? എന്റെ മോനെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമനാറിയെ വാളയാർ ചുറ്റുവട്ടത്തും അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായല്ലോ. അവന്റെ ശ്രീചക്രയില് സുഖമായിട്ട് താമസിക്കുക. കാശ് എണ്ണി മേടിച്ച എന്റെ നന്ദി എങ്കിലും കാണിക്കണം. എന്താ സർ? ഏത് റൂമിലാണോ പരമശിവം? പരമശിവം ഏത് റൂമില്ല? 221 സർ. നിങ്ങൾ ഇവിടെ പോ. സർ. യു ഗോ ദാറ്റ് വേ. ക്വിക്ക്, ഹറി അപ്പ്. യെസ് സർ. രണ്ടുപേരും ലിഫ്റ്റിനടുത്തേക്കോ. അയ്യോ ബാലു, നിന്നെ പിടിക്കാനാണോ? സംശയമില്ല, വാ വാ. നീ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തോ. വാ വാ. നീ എന്താ എഴുതുന്നത്? നമ്മളിവിടെ ഇല്ലെന്ന് വാതിൽ എഴുതി ഒട്ടിക്കാനാണോ? പോടാ. നീ എന്താ തപ്പുന്നത്? വല്ലത് കാണാതെ പോയിട്ടുണ്ടോ? നീ എന്തിനാ ഇതൊക്കെ കൂട്ടിക്കെട്ടുന്നത്? ആദ്യം ഞാൻ ഇറങ്ങാം. ഇത് നമുക്ക് ഇറങ്ങാനല്ല, പിന്നെ അവർക്ക് കയറാനാ. രണ്ടുപേരും അവിടെ പോയി നോക്ക്. ക്വിക്ക്, അവിടെ പോയി നോക്ക്. സർ. പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളെ പോലീസ് പിടിക്കില്ലേ? ഉണ്ടല്ലേ. വാ. എന്താ അവര് പോയാ? ഒച്ച വെക്കലടാ. വാ. ഒത്താലൊത്ത് ദൈവത്തെ വിളിച്ചോ. ഒത്താലൊത്തു. അത് ഇത് ഇങ്ങോട്ട് കേറാ. എന്താ സർ? തമിഴ് വായിക്കറിയോ? അറിയാം സർ. അത് വായിക്കേ. ഉന്നാൽ മുടിയാതെ തമ്പി പരമശിവ. ഇനി പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല. കമോൺ സർ. അവൻ ഈ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല. ബ്ലോക്ക് ഓൾ മെയിൻ റോഡ്സ്. എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. ഹറി അപ്പ്. സർ. വ്യാകുല മാതാവേ, നന്ദി. ഈ ഗ്യാപ്പിൽ രക്ഷപ്പെടാം. നീ എവിടെ പോണു? ഈ ഗ്യാപ്പിൽ കൂടി രക്ഷപ്പെടാൻ നോക്കാം. അത് ഈ ഗ്യാപ്പല്ല. എടാ, നീ പോയി ബില്ല് സെറ്റിൽ ചെയ്യ്. ബില്ലെടുത്ത് റൂം വെക്കേറ്റ് ചെയ്യാണ്. പെട്ടെന്നൊരു ടാക്സി വേണം. ശരി സർ. ഹലോ, ഒരു ടാക്സി അങ്ങോട്ടേക്ക്. ഈശ്വര. ഏട്ടാ, ഉണ്ണിയേട്ടാ, ഏട്ടാ, അനിയ. അയ്യോ എടാ, എന്റെ ഈശോയെ, എല്ലാം തകർന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. അതെ, നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ കീഴടങ്ങിയെന്ന് അല്ലടാ. എടാ, എനിക്ക് നിന്നെ വേഷത്തെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. അല്ല, നീ എന്താ ഇവിടെ? ഒരു ക്രിമിനലിനെ പോക്കാൻ ഇറങ്ങിയതാ. എന്നിട്ട് കിട്ടിയാ? ഇല്ല, പക്ഷെ അവൻ രക്ഷപ്പെടില്ല. സെറ്റ് മുഴുവൻ അരിച്ചു പറക്കാൻ ഞാൻ പോലീസിനെ അയച്ചിട്ടുണ്ട്. ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടക്കൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. അല്ല, ഏട്ടൻ എന്താ ഇവിടെ? ഒന്നും പറയണ്ടാ. ഞാൻ ഇന്നലെ ദുബായിന്ന് വന്നാ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. പിന്നെ അന്വേഷിച്ചും പിടിച്ചും ദാ ഇവിടം വരെ എത്തി. ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരുന്നാണല്ലോ. കിട്ടിയില്ലടാ. ആണോ? ആ, ഏട്ടൻ വല്ലാണ്ടങ്ങ് മാറിയിരിക്കുന്നു. ഈ ജീവിതം തന്നെ ഒരു നാടകമല്ലടാ. അതിനിടയിലെ ചില വേഷം കെട്ടലല്ലേ ഇതൊക്കെ. നീ നോക്കിക്കഥ സാധനം എടുത്ത് ജീവിതത്തിലേക്ക് വെച്ചേ. സമയം കളയല്ല, എനിക്ക് അമ്മയെ കാണണം. ഇന്ന് നാടൻ കരിമീൻ കിട്ടിയപ്പോ നിന്നെ ഓർത്തതാ. നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ എന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും.
ഇതാണ് വയറ്റുഭാഗ്യം എന്ന് പറയുന്നത്. അല്ല നീ മീൻ എടുക്കുന്നില്ലേ? ഓ ഞാനിപ്പോ വെയിറ്റ് ചെയ്യണ കുറച്ച് തടി കുറയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ആന വെയിറ്റ് ചെയ്യുന്നല്ലേ, ആനയുടെ തടി പറയുന്നില്ലല്ലോ. അമ്മേ ഒന്നോർത്താൽ എന്നേക്കാൾ ഭാഗ്യവാൻ ഇവനാ. അതെന്താ? അല്ല അമ്മ വെച്ചുണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ ഇവനല്ലേ? ആഹാ അതിന് അമ്മ അടുക്കളക്കാരനെ പണ്ടല്ലായിരുന്നോ? പിന്നെ നീയാണ് അതൊക്കെ ഉണ്ടാക്കിയത്? ഏയ് ഞാനൊന്നുമല്ല, ഇപ്പൊ അടുക്കള ഭരണം കംപ്ലീറ്റ് ഗോപിയേക്കാ. എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടൻ വന്നപ്പോ തൊട്ട് പാത്തും പതുങ്ങി അവിടെ എവിടെ നിന്ന് നോക്കുന്ന ഞാൻ കണ്ടതാ. ആളെ ഞാൻ ഇപ്പോഴിങ്ങനെ വരുത്താം. അടുക്കള നിൽക്കണ ചേച്ചി, ഇതിന് പുളിശ്ശേരി ഇങ്ങ് അടുത്ത്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. ഒന്നും മിണ്ടായിരടാ. അയ്യോ പുളിശ്ശേരി ചോദിച്ചത് ഞാനാ. കൊള്ളാലോ ഏട്ടാ ഈ വാച്ച്. അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറം അടിക്കും. ബർദുബായിന്ന് വാങ്ങിച്ചാ. നോക്കട്ടെ. 500 ദർഹ. എന്താ നിനക്ക് നോട്ടോണ്ടോ? നീ എടുത്തോ. പേടിക്കണ്ട, ഒറ്റയ്ക്കൊന്നും മിണ്ടാൻ വേറെ മാർഗമില്ലാത്തോണ്ട് നേരത്തെ കയറി ഇരുന്നതാ. ആരെങ്കിലും കാണും. ഏയ് ഇവിടെ ആര് വരാനാ? നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ആരും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇവനെങ്ങനെ എന്റെ ഉള്ളിൽ കയറി? എടാ നീ പതുങ്ങി പതുങ്ങി എന്റെ അകത്തേക്ക് കയറണ കണ്ടപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പിറകെ കയറിയതാ. നിന്നെ പ്രദേശത്ത് കണ്ടുവരുന്നത്. അയ്യോ ഞാൻ പോകും കേട്ടോ. അല്ല ഒന്ന് നിന്ന് അകത്തിരുന്നാ പ്രേമിക്കുന്നത്. കാര്യം പറയട്ടെ. ഇങ്ങ് വാ. തന്റെ ഒരു കത്ത് ഞാൻ സോറി, വഴി തെറ്റിയതാ. തന്റെ ഒരു കത്ത് ഞാൻ ദുബായിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. കത്തെഴുതുന്ന ശീലമൊന്നും എനിക്കില്ല. ഡയറി എഴുതുവോ? ഡയറിയോ? ഞാൻ ഡയറി ഒന്നും എഴുതാറില്ല. പിന്നെ ഞാൻ എന്താ അങ്ങനെ സ്വപ്നം കണ്ടത്? സ്വപ്നോ? ആ എന്റെ ഫോട്ടോ നോക്കി താൻ സംസാരിക്കാറുണ്ടോ? ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അല്ല സ്വപ്നമല്ലേ സ്വപ്നം. ഇതിലെന്തോ ഗുട്ടൻസ് ഉണ്ട്. ഏയ് ഒരു കുട്ടൻസും ഇല്ല. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ഇനി ദുബായിക്ക് തിരിച്ചു പോവോ? പിന്നെ പോണ്ടേ. അപ്പൊ ഞാനോ? നിന്റെ കഴുത്തിലൊരു മിന്നു കെട്ടി നിന്നെ കൊണ്ടെല്ലാം തിരിച്ചു പോവൂ. എന്നിട്ട് ഈ ലോകം മൊത്തം നമ്മൾ കറങ്ങും.
Something missing, pressing on the highway. Shabba, shabba, don't get me wrong. Shabba, shabba, keep it moving on. Shabba, shabba, you're doing fine. Shabba, shabba, this time you're mine. Don't fall fine, manyin nadikarige, boom bravai me, tuval kuda nirike. Nee en kadil, katai mille vidichu, nee en paati, mattai minni tudichu. Puka puve nin kannil kankam minnunnu. Shabba 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 shabba. Hey yeah. Shabba shabba. Na 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 na. Shabba shabba. Na 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 na. Shabba shabba. Na na shabba. Na 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 na. Na 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 shabba shabba. Na 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 na. ലോഡിന് ഇത്രയും ടൈറ്റുള്ള സമയത്തും ആ സത്യമൂർത്തി നമ്മളെ ചവിട്ടി അവന്മാർക്ക് ലോഡ് കൊടുത്തോണ്ടിരിക്കാണല്ലോ മക്കളെ. നമുക്ക് ആ ലോഡ് ഒറ്റ കൊടുത്താലോ? അത് ശരിയാ. പുതിയ എസ് ഐ അല്പം തണ്ടനാണെന്നാ കേട്ടത്. പിടിച്ചോളും. ഇനി ഇതിന്റെ പേരിൽ അവന്മാര് നമുക്കിട്ട് തിരിച്ചു പണിയല്ലേ. നമ്മൾ ആ ലോഡ് ഒറ്റ കൊടുത്തുന്ന ആരറിയാൻ പോണപ്പാ? എങ്കിലാ ഫോൺ എടുത്ത് കറക്കടാവേ. ഹലോ, ഞാനൊരു ഇൻഫോമറാ. ഇന്ന് വാളയാർ പരമശിവത്തിന്റെ ഒരു ലോറി പാലക്കാടിലേക്ക് പോകുന്നുണ്ട്. ഓ അതിനെന്താ, പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഹലോ, ഞാൻ പറയണൊന്ന് കേക്ക്. അതിൽ സ്പിരിറ്റാ. ആണോ? ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ SI സാറിന് കൊടുക്കാം. ബാലു, എന്താ ഏട്ടാ? നിനക്കാ ഫോൺ. ഏതൊരു പരമശിവം സ്പിരിറ്റ് നടത്തണമെന്ന്. പരമശിവോ? ആ ഹലോ, അതെ, ഒരു ലോഡ് സ്പിരിറ്റാ. നിങ്ങളാരാ? ഹലോ ഹലോ ഹലോ, എന്താടാ? ഇവിടുത്തെ ഒരു മെയിൻ സ്പിരിറ്റ് കടത്തുകാരനാ ഈ വാളയാർ പരമശിവം എന്ന് പറഞ്ഞ കള്ളപ്പന്നി. അവന്റെ ശത്രുക്കളാരോ ഒറ്റന്നാ. ഈ പരമശിവത്തെ ഞാൻ നോട്ട് വിട്ടിട്ട് നാള് കുറെ ആയി. ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് അവൻ കൊടുങ്ങും. നിനക്ക് പേര് കിട്ടണ ഒരു ചാൻസ് നീ കളയരുത്. അല്ല, നീ എങ്ങനെ ഈ പരമശിവത്തിന് പിടിക്കാൻ പോണേ? വേഗം പറ, എനിക്ക് പോണം. ഏ അല്ല, അമ്മ അമേരിക്കൻ അത് മേടിക്കാൻ പറഞ്ഞ. ഏട്ടാ, ഈ കള്ളക്കടത്തുകാരുടെ കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാ. തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവര് നക്കാപ്പിച്ച വെടിച്ച് സേഫായ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ പോകും. നാടകോ? ടിക്കറ്റ് വെച്ചാണോ? ഫ്രീ അല്ലേ? ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞ് പോലീസുകാരെ ഞാൻ റെഡിയാക്കി നിർത്തും. എന്നിട്ട് ഞാൻ ആ നേരത്ത് പാരലൽ റോഡ് ചെല്ലും. പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ലോറി പാരലൽ റോഡ് വഴിയേ വരൂ. ഞാൻ അവനെ പൊക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ ഐഡിയ അല്ലേ? എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നണേ നീയാ. പറട്ടെ ഏട്ടാ. കർത്താവേ, കള്ളന്റെ കയ്യിൽ തന്നെയുള്ള താക്കോല് കൊടുത്തത്. ഞാൻ ശരിക്കും ദുബായി തന്നെയായിരുന്നു. ഞാനും. ആ പിന്നെ വാസു, പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ചെക്കിംഗ് ഉണ്ടാവും. പക്ഷെ അവര് ഹൈവേയിലായിരിക്കും നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ പാരൽ റോഡ് വഴി പോയാൽ മതി. അത് വേണ്ട, നമ്മൾ ഹൈവേയിലൂടെ തന്നെ പോയാൽ മതി. ഞാൻ പറയുന്നത് പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാ. ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാ. ഞാൻ പറയുമ്പോൾ അങ്ങ് ചെയ്താൽ മതി. ഏയ്, അത് ശരിയാവില്ല ജോണി. താൻ എന്നെ പഠിപ്പിക്കണ്ട. അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. ഞാൻ പറയുമ്പോൾ വണ്ടി പോകണോ അതേ പറയുന്ന പോലെ കേൾക്കണം. നീ ശിവൻ പറയുന്നത് കേട്ടാ മതി. അപ്പാ, എടാ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ എത്രയും മണ്ടനാവരുത്. ഇത് ഏട്ടനും കൂടെയുള്ള അഡ്ജസ്റ്റ്മെന്റ്. ലോഡൊന്ന് പിടിച്ച SI ക്കല്ലേ ക്രെഡിറ്റ് കിട്ടണേ. ഇവനെന്ന് നഷ്ടപ്പെടാൻ. ലോറി ലോഡ് നമ്മളല്ലേ. ബലിയാടാവൻ പാവൻ ഡ്രൈവർ. ഇനിയൊക്കെ അപ്പന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ശിവ.
ഇല്ല ബായ്, ഇവനും എന്റെ ബായ് അല്ലേ ബായ്. ആ എടാ, പരമശിവത്തിനെ കിട്ടിയോ? ഇല്ല, ഛേ. എന്റെ പ്ലാൻ എവിടെ ചോർന്നു ഏട്ടാ. ഹാ, നീ വിഷമിക്കാതിരിക്കേ, നമുക്ക് അടുത്ത തവണ പിടിക്കാം. നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. എന്നാ പോയി കിടന്നു. ഡോ, അയ്യോ, എനിക്കൊന്നറിയില്ലേ, എനിക്കൊന്നറിയില്ലേ. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞതോ? അയ്യോ, സാറിനൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സാറിന് എല്ലാം അറിയാം. എനിക്കല്ല, നിനക്ക്. എനിക്കൊന്നും അറിയില്ലല്ലോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയേനെ. പരമശിവത്തിനെ പിടിക്കാൻ ഞാൻ പറഞ്ഞ പ്ലാൻ എങ്ങനെ ചോർന്നേ? കർത്താവ്, അത് ചോർന്നോ? സത്യം പറയടാ, പരമശിവത്തിനെ നിനക്കറിയില്ലേ? എനിക്കറിയില്ല. കള്ളം പറയണ്ട. നിനക്ക് പരമശിവത്തിനെ അറിയില്ല? അറിയാം. നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? വലിയ ബന്ധമൊന്നുമില്ല. ഇടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ കാണാറുണ്ട്. ആരാടേ പരമശിവം? പറയടാ. നീല നിറത്തില് കഴുത്തേല് മൂർക്കം പാമ്പിനൊക്കെ ചുറ്റി മുടി നീട്ടി വളർത്തി തലേന്ന് ഗംഗേനെ ചാടിച്ചിട്ട് ഈ കാലണ്ടറിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്താ? നമ്മുടെ പാർവതിയുടെ ഹസ്ബൻഡ്, ഗണപതിയുടെ അപ്പൻ പരമശിവൻ. അതല്ലാതെ കൂടുതലൊന്നും എനിക്കറിയില്ല സാർ. ഏട്ടാ, എന്റെ പ്ലാൻ ചോർത്തി ഇവനാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവനോ? എടാ, പട്ടിണിയും പരിവട്ടായിട്ട് ജോലി തണ്ടി ദുബായി ചെന്ന് എനിക്ക് താമസിക്കാൻ ഒരു മുറിയും ആഹാരം ഒന്ന് രക്ഷിച്ചത് ഇവനാ. ഒരു സഹോദര ബന്ധം ഞങ്ങൾ തമ്മിലുള്ളത്. ആ ഇവനെ നീ പറയുമ്പോ ഞാനും ഉണ്ടായിരുന്നല്ലോ. നിനക്ക് എന്താ എന്നെ സംശയിച്ചാല്? കൂടെ ഉള്ളവരെ പോലീസിന്റെ ബുദ്ധിയിൽ സംശയിച്ച് ഒരു ദിവസം നീ പറയൂലോ, ഈ ഞാനാണ് പരമശിവന്ന്. അതാണ് ഞാനാണ് പരമശിവം. നീ അറസ്റ്റ് ചെയ്യടാ. സോറി ഏട്ടാ. അല്ല പിന്നെ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ മെക്കിട്ട് കയറാ. എന്താ അത്? നീ പരമശിവനെന്ന് പറഞ്ഞിട്ട് അവരെന്താ വിശ്വസിക്കാഞ്ഞത്? ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ചില നേരത്തെ നുണകൾ സത്യമായിട്ടും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കരുത്, നടക്കരുത്, കിടക്കരുതെന്ന്. ഞാൻ ബാലരമല മായാവി ചോറങ്ങിപ്പോയതാ. ഇന്നത്തോടെ ഇവിടുത്തെ പൊറുതി മതിയാക്കിക്കോ. നാളെ മുതൽ നീ ബായുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ മതി. അല്ല, ഇവനെന്താ ഈ